റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് സൂക്ഷിക്കാൻ പറഞ്ഞ മൂന്നാമത്തെ വിഷയം ഇയ്യാകും വൽ ഫഹ്ഷ് ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫഹ്ഷ വത്തഫഹ്ഷ്. നിങ്ങൾ അനാവശ്യം പറഞ്ഞു പോകരുത്, മോശമായ വാക്കുകൾ പ്രയോഗിക്കരുത്, മോശമായ പദപ്രയോഗങ്ങൾ നടത്തരുത്. അല്ലാഹുവിന്റെ മോശപ്പെട്ടത് പറയുന്നതോ അത് പരസ്യപ്പെടുത്തുന്നതോ അത് മനഃപൂർവ്വം പറയുന്നതോ അല്ലാഹുവിന് ഇഷ്ടമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, സബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ. സബാബുൽ മുസ്ലിമി ഫുസൂഖുൻ, മുസ്ലിമായ ഒരു മനുഷ്യനെ ചീത്ത പറയുന്നത്, മുസ്ലിമായ ഒരു മനുഷ്യനെ ചീത്ത പറയുന്നത് ഫുസൂഖുൻ, അത് ഫിസ്ഖാണ്. വഖിതാലുഹു കുഫ്റുൻ, മുസ്ലിമായ ഒരു മനുഷ്യനോട് യുദ്ധം ചെയ്യുന്നതോ ആ മുസ്ലിമിനെ കൊല ചെയ്യുന്നതോ കുഫ്റുൻ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന കുറ്റവുമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഇന്ന മിൻ അക്ബരിൽ കബായിരി, വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് അയ്യൽഅന റജുലു വാലിദൈഹി, ഒരു മനുഷ്യൻ സ്വന്തം ഉമ്മയെയും വാപ്പയെയും ശപിക്കുന്നത്. സ്വന്തം ഉമ്മയെയും വാപ്പയെയും ശപിക്കുന്നത് ഏറ്റവും വലിയ വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ്. അപ്പൊ സ്വഹാബിയോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? അവയൽഅനു റജുലു വാലിദൈഹി യാ റസൂലല്ലാഹ്, നബിയേ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ സ്വന്തം മാതാവിനെ സ്വന്തം പിതാവിനെ ആക്ഷേപിക്കുന്നത്? എങ്ങനെയാ ചീത്ത പറയുന്നത്? എങ്ങനെയാ ശപിക്കുന്നത്? ഇപ്പോഴത്തെ കുട്ടികളെ കഥ പറഞ്ഞപ്പോ ഈ ചോദ്യം വരില്ലായിരുന്നു അല്ലെ? ഈ കാലൊക്കെ നബി ഞങ്ങൾ കണ്ടിരുന്നെങ്കിൽ. കുട്ടികൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്നത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൊട്ടിത്തെറിക്കുന്ന ദേഷ്യമുള്ള കുട്ടികൾ 2 വയസ്സായിട്ടുണ്ടാവുള്ളൂ, എന്താ ദേഷ്യം! 10 വയസ്സിന്റെ ദേഷ്യം ആ തടിന്റെ ഉള്ളിലെ. പെൺകുട്ടികൾ ഉണ്ടാവും അങ്ങനെ പിടിച്ച വാശി, ഉമ്മയോട് വാശി പിടിച്ച് റൂമും അടച്ച് ഉള്ളിൽ കിടന്ന് ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, സ്കൂളും വേണ്ട, കോളേജും വേണ്ട, ദേഷ്യം തീർക്കാൻ അങ്ങനത്തൊരുണ്ടാവും. കുട്ടികളിൽ ഇങ്ങനെ ദേഷ്യം കാണുന്നത് ഖിയാമത്ത് അടുത്തെത്തി എന്ന് വിളിച്ചറിയിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയും വാപ്പയൊക്കെ ചീത്ത പറയാ, ഉമ്മയൊക്കെ എടി എന്നൊക്കെ വിളിക്കുന്ന കുട്ടികളുണ്ട്. അന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതിരിക്കട്ടെ, എന്ന് വരാതിരിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവര് ചോദിച്ചു, നബിയേ, കൈഫ യൽഅനു റജുലു വാലിദൈഹി, ഒരാൾ സ്വന്തം ഉമ്മയെയും വാപ്പയെയും ചീത്ത പറയുമോ നബിയേ? يلعن الرجل أبا الرجل فيسب أباه ويسب أمه. ഇവൻ ഒരാൾ മറ്റവന്റെ ഉമ്മയെയോ വാപ്പയെയോ ചീത്ത പറയുമ്പോ അവൻ ഇവന്റെ ഉമ്മയെയും വാപ്പയെയും ചീത്ത പറയുമല്ലോ. അതിനവസരമുണ്ടാക്കിയത് ഇവൻ ചെയ്ത പണിയാണ്. ഈ പണി വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണെന്ന് റസൂലുള്ളാഹ്. ചെറിയ മക്കളിലുണ്ട്, എന്തെങ്കിലും ഒരു കശപിശ വർത്തമാനം പറയുമ്പോഴേക്കും നിന്റെ വാപ്പ, നിന്റെ ഉമ്മ എന്ന പ്രയോഗം. ആ പ്രയോഗത്തിലൂടെ ഒരാളിന്റെ മറ്റൊരാളിന്റെ ഉമ്മയെയോ വാപ്പയെയോ ചീത്ത പറഞ്ഞാൽ ആ മനുഷ്യൻ നിന്റെ ഉമ്മയെയും നിന്റെ വാപ്പയെയും ചീത്ത പറയും. അപ്പൊ സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയുന്നത് വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നീ മറ്റൊരാളുടെ ഉമ്മയെയും വാപ്പയെയും പറയുന്നത് വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഫഹ്ഷാണ്, അനാവശ്യമായ വർത്തമാനമാണത്, പറയാൻ പാടില്ലാത്തതാണ്, മുസ്ലിമിന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ലാത്തത്. ചില കുട്ടികളൊക്കെ പുതിയ ഭാഷ പഠിക്കുന്നത് അതിൽ ഏറ്റവും വൃത്തികെട്ട പദങ്ങളായിരിക്കും. ഗൾഫിലൊക്കെ ഉള്ള അറബികൾക്ക് നമ്മുടെ മലയാളികൾ ചില മലയാളമൊക്കെ പഠിപ്പിച്ചു കൊടുക്കും, പറയാൻ പാടില്ലാത്ത. ഒരു കൂളായിട്ട് ചോദിക്കും, പത്തി എന്നൊക്കെ പറ, ഒരു നായിനെ അപ്പൊ പറയണതേ ഇതൊക്കെ ടാമെന്ന് പറയാൻ പറ്റൂലല്ലോ. ഏതെങ്കിലും നമ്മുടെ കഫ്തീരിയയിലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉള്ള ചെറുക്കന്മാരെ അവർക്ക് ഇങ്ങനെ സ്വകാര്യം പറഞ്ഞെടുത്ത് പച്ച ചീത്ത വിളിക്കണ വാക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ അറബിയും പറയും, എനിക്കറിയാം മലയാളം, എന്നാ പറഞ്ഞാട്ടെ, റബ്ബേ ചെവി കുത്തിപ്പോണ്ടി വരും. കുട്ടികൾ അങ്ങനെ പുതിയൊരു ഭാഷ പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും വൃത്തികെട്ട വാക്ക് ആദ്യം പഠിക്കുന്നത്. എന്താണ് അതിന്റെ ഹിക്മത്ത്? അല്ലാഹു അഅലം. എങ്ങനെയാണ് ഇബ്ലീസ് ഇങ്ങനെ ഭാഷയിലൂടെ കുട്ടികളെ തലയിൽ കയറുന്നത്? മോശപ്പെട്ടത് ആദ്യം പഠിക്കുക.
അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ കുട്ടികൾ നല്ലവരോട് കൂടെ ജീവിക്കുമ്പോഴേ അത് ഉണ്ടാവുള്ളൂ. നല്ല കുട്ടികളുടെ കൂടെ. ഇപ്പൊ ഗൾഫിലൊക്കെ താമസിക്കുന്ന മക്കള്, എന്റെ കുട്ടികളെ തന്നെ ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ വന്നിരിക്കുകയാണ്, ഒരു മാസത്തെ ലീവാണ്. ഈ ഒരു മാസം കഴിഞ്ഞ് അവിടെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഇവരുടെ വാക്കിലൊക്കെ ചില ഡീവിയേഷൻ കാണാൻ പറ്റും. എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോ അവിടുന്ന് വരുന്ന കുട്ടികൾ ഇവിടുന്ന് പഠിക്കുന്നുണ്ടാവും, ആ കുട്ടികളിൽ നിന്ന് ഇവിടെ പഠിക്കുന്നവരും ഇവിടുത്തെ നിന്ന് അവിടെ പഠിക്കുന്നവരും ഒക്കെ കാണും. ആരാരെയും കുറ്റം പറയില്ല. ഈ കൂടെ ജീവിക്കുമ്പോഴുള്ള പ്രശ്നമാണ്. ഒരു ക്രിസ്ത്യാനിയുടെ കഥ പറയാറുണ്ട്. അയാൾ ഒരു തത്ത വാങ്ങിച്ചിട്ട് ആ തത്തക്ക് ആരോ ചില തെറിയ വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്തു. ഒരാകെ ഇടങ്ങാറായി. മോശല്ലേ, പുരന്റെ മുമ്പ് തന്നെ തത്തനെ തൂക്കിയിട്ടിരിക്കുക, വരുന്നവരോടൊക്കെ പച്ചത്തെറി പറഞ്ഞ. അങ്ങനെ മൂപ്പര് വിചാരിച്ചു, എന്നാൽ നമ്മുടെ തത്തനെ കൊണ്ടുപോയിട്ട് കപ്പിയേർക്കൊരു തത്തണ്ട്, ആ കപ്പിയാരെ തത്തന്റെ ഒപ്പം പാർപ്പിച്ച നല്ലതൊല്ലും പഠിച്ചോട്ടെ എന്ന് വിചാരിച്ച് കപ്പിയാരെ തത്തന്റെ ഒപ്പം പാർപ്പിച്ചത് 2 ആഴ്ച പൂരെ തെറി പഠിച്ചിട്ടാ വന്നത്. സുബ്ഹാനല്ലാഹ്. നന്നാക്കാൻ വേണ്ടി കൊണ്ടേ കൊടുത്തത്. വയലും വലുതപ്പുറത്ത്. മക്കള് ആരുടെ കൂടെ നടക്കണം എന്നത് വലിയൊരു വിഷയമാണ്. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. നിങ്ങൾ ആരെയാണ് സുഹൃത്തായി കൊണ്ടു നടക്കേണ്ടത് എന്ന് നിങ്ങൾ ആലോചിച്ചു ചെയ്യേണ്ട കാര്യമാണെന്ന. വെറുതെ നിങ്ങളെ ലൈക്ക് ചെയ്യുന്നവരൊക്കെ ഫ്രണ്ടാക്കാൻ നിൽക്കണ്ടെന്ന്. അത് ആരാണ് നിങ്ങൾക്ക് ആദ്യം അറിയണം. ആരാണ് ഇയാൾ? നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. മൻ യുഖാലിൽ, ആരായിരിക്കണം നിങ്ങളുടെ ഫ്രണ്ട് എന്ന്. വെറുതെ കിട്ടുന്നവരൊക്കെ വലിച്ചു കൂട്ടണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യൽഅനു റജുലു അബർ റജുലി ഫയസുബ്ബു ഉമ്മഹു വയസുബ്ബു അബാഹ്. ഒരു മനുഷ്യൻ മറ്റൊരാളിന്റെ ഉമ്മയെയോ വാപ്പയോ ചീത്ത പറയുമ്പോ അവൻ ഇവന്റെ ഉമ്മയെയും വാപ്പയെയും ചീത്ത പറയും. അത് ഇവൻ സ്വന്തം മാതാപിതാക്കളെ അവൻ തന്നെ ചീത്ത പറയുന്നതിന് തുല്യമാണ്. അതാണെങ്കിലോ ഇന്ന മിൻ അക്ബരിൽ കബായിരി, വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു عليه وسلم. صلوا على النبي محمد وآله. എല്ലാവരും എഴുന്നേറ്റ് ഒരു സ്വലാത്ത് ചൊല്ലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒന്നുകൂടെ. اللهم صل على محمد وعلى آل سيدنا محمد وبارك وسلم عليه.